ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്ലാസീസ് ട്രാവൽ വേൾഡ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വീണ്ടും തിരിച്ചെത്തി. കുറച്ച് ദിവസമായി വന്നിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതെല്ലാം ചെയ്ത് തീർത്തു. അപ്പോഴേക്കും നാട്ടിൽ നിന്ന് എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടെ ബാംഗ്ലൂർ വന്നു. അവർ ഇവിടെ ജോലിയൊക്കെ ആയി, സോപ്പും ചില്ല് ചെയ്യാനും പുറത്ത് പോകാനൊക്കെ കൂട്ടായി. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്നിട്ട പ്ലാനാണ് നന്ദി പോകാനായിട്ട്. ജോയലും ആൽവിനും പബ്ലിക് ഞങ്ങൾ നാലാളുണ്ട്. ജോയലിനായിരുന്നു ആഗ്രഹം നന്ദി പോകണം, വന്നിട്ട് നന്ദി പോയില്ല. സോ സൺഡേ ആണ്, ഞാൻ പറഞ്ഞ അവൻ്റെ അടുത്ത് നിന്ന് നല്ല റഷ് ഉണ്ടാവുമെന്ന്. അപ്പോൾ പറഞ്ഞു സാരല്ല നമുക്ക് പോയി. സോ എന്തായാലും അവൻ്റെ ആഗ്രഹമല്ലേ, പോയേക്കാന്ന് വെച്ചു. എല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ഇതേ വണ്ടി ഇല്ലല്ലോ. എന്നാൽ എൻ്റെ ബൈക്ക് നാട്ടിലിരിക്കുക, ഞാൻ ഇപ്രാവശ്യം കാറായിട്ടാണ് വന്നത്. നന്ദി പോകുമ്പോൾ ബൈക്കായിട്ട് കൂട്ടി നമുക്ക് ആ ഒരു വൈബ് ഫ്ലോ ഒന്നും കിട്ടത്തില്ല. പിന്നെ ഞങ്ങൾ ചെറുമലയിൽ നിന്ന് രണ്ട് വണ്ടിയൊക്കെ സെറ്റാക്കി ബൈക്കൊക്കെ എടുത്ത് രാവിലെ 3:30 പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു 4:35 ആയി. സാരല്ല, പോയി നോക്കാമെന്ന് കരുതി ഇറങ്ങി. എനിക്ക് ഇതിന് 1.5 hour ഡ്രൈവ് ഉണ്ട് നന്ദിക്ക്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആണെങ്കിൽ റോഡിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫുൾ നന്ദി കാഴ്ചകളാണ്. എല്ലാവരും അടിപൊളിയായിട്ട് ചേർക്കാം. സോ ഫൈനലി ഇതാ നമ്മളങ്ങനെ നന്ദി ഹിൽസിൻ്റെ ബേസിലെത്തി. ഇപ്പോൾ കണ്ട ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്നാണ് നന്ദി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏർലി മോർണിംഗ് നൈറ്റൊന്നും അതില്ല, എനിക്ക് തോന്നുന്നു വണ്ടി കടത്തി വിട്ടില്ല. അവർ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യുന്നത് തോന്നുന്നു. രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും ഓപ്പൺ ആവും. അപ്പോൾ അങ്ങോട്ട് എത്തും തോറും റോഡിൽ തിരക്ക് കൂടി വരുന്നുണ്ട്. സൺഡേ ആണ്, സോ എന്തായാലും നല്ല റഷ് ഉണ്ടാവും. നമ്മളത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. സൺറൈസ് പതിയെ സൂര്യൻ പൊങ്ങാൻ തുടങ്ങി, രാവിലെ നേരം വരുന്നു. പിന്നെയുള്ളൂ വന്ന വഴിക്ക് നല്ല തിരക്കുണ്ടായി. അതിനടുത്ത് നല്ലൊരു അടിപൊളി ആക്സിഡൻറ്റ് നടന്നു. എന്താ പറയുക, നമ്മളിങ്ങനെ പോയപ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ ഒരു വെന്യൂ കാറിന് പാസ് ചെയ്ത് കയറിപ്പോയി. ഫ്രണ്ടിൽ പെട്ടെന്ന് ഹമ്പ് വന്നു. ഒപ്പം തന്നെ ഒരു ക്ലാസിക്കാണ്, ക്ലാസിക്കിൻ്റെ ഏറിങ് വന്നു. വെന്യൂക്കാരൻ ബ്രേക്ക് ചെയ്തു. ബാക്കിൽ വന്ന ക്ലാസിക്ക് നേരെ കയറി ആൻറ്റി ഇടിച്ചിട്ട് വട്ടം മറിഞ്ഞു. ശരിക്കും ഷോക്കായി പോട്ടോ. ക്യാമറ ഓഫ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് ഓടി ഇറങ്ങി ചെന്നു. പുള്ളിക്കാരനെ പിടിച്ച് എണീപ്പിച്ച് റോഡിൽ നിന്ന് മാറ്റി, കാരണം നല്ല തിരക്കുണ്ടായി. ഇതിനെ സൈഡിലേക്ക് മാറ്റി എഴുതിയിട്ട് വണ്ടി എടുത്ത് മാറ്റി വെച്ചു. നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് കാലിനെന്തോ ആയിട്ടുണ്ട്. പിന്നെ വണ്ടിക്കും ഫ്രണ്ട് ഫുൾ തകർന്നു. ക്ലാസിക്കിൻ്റെ വെന്യൂവിൻ്റെ ബാക്കിലെ ബമ്പറും തകർന്നു. സോ ഇതുപോലെയുള്ള തിരക്കിലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മാക്സിമം സൂക്ഷിച്ച് ഇത്തിരി സ്പീഡിൽ നിന്ന് എടുക്കാണ്ട് വളരെ കെയറായിട്ട് പതിയൊക്കെ പോവുക. അപ്പോൾ രാവിലെ തന്നെ ആ ഒരു വൈബ് ഉണ്ടായിരുന്നു, വൈബ് അങ്ങ് പോയ ആക്സിഡൻറ്റ് കണ്ടപ്പോഴത്തേക്കും. പിന്നെ എന്തായാലും പോകാമെന്ന് കരുതിയിട്ട് പുള്ളീനെ അവിടെ ഫ്രണ്ട്സൊക്കെ വന്ന് അവരുടെ അടുത്താക്കിയിട്ട് നമ്മൾ പതിയെ പോകുന്നു. പോയിക്കൊണ്ടിരിക്കുക. റോഡിൽ തിരക്കുണ്ട്, വൺ സൈഡേ തിരക്കുള്ളൂ. കാരണം രാവിലെ എല്ലാവരും നന്ദി കയറിക്കൊണ്ടിരിക്കുക, ഇറങ്ങി വരുന്ന ടൈം ആയിട്ടില്ല. സോ ഒരു സൈഡിലേക്ക് മാത്രമേ വണ്ടി പോകുന്നുള്ളൂ. നോക്കിയാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വണ്ടികൾ അങ്ങനെ വരുന്നില്ല. പിന്നെ ഞാൻ ഹിമാലയനടുത്ത് ഞാൻ കുറച്ചും കയറി പോകുന്നു. ജോയിൽ ബാക്കിലുണ്ട്, ട്രാഫിക്കായിട്ട് വരുന്നുണ്ട്. സോ അവരെ എവിടെയോ വെച്ച് മിസ്സായി. കാരണം നല്ല ട്രാഫിക് ഉണ്ടായപ്പോൾ കയറി വന്നപ്പോൾ ഇടയ്ക്ക് എവിടെയോ മിസ്സായി. പക്ഷേ ഉണ്ടല്ലോ, ഈ റോഡിൽ വണ്ടി ഓടിക്കാൻ അടിപൊളി വൈബ് മാത്രം. ഏർലി മോർണിംഗും കൂടെ ആയതുകൊണ്ട് നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള വഴിയും അതുപോലെ തന്നെ രണ്ട് സൈഡും ഫോറസ്റ്റും നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഒരു വഴി നല്ല റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും ഇല്ലെങ്കിലും ഈ വഴിക്ക് പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് റൈഡ് എൻജോയ് ആക്കാൻ പറ്റും. പിന്നെ ഉണ്ടല്ലോ, എല്ലാവരും എൻ്റെ അടുത്ത് കുറേ ചോദിച്ചു എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത്, കാണാനില്ലല്ലോ. പോയി ഞാനിപ്പോൾ എൻ്റെ ഇന്ത്യയുടെ 3rd സെമ്മിൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് ഞാൻ തിരിച്ച് ബാംഗ്ലൂർ വന്നത്. സോ അതുകൊണ്ട് തന്നെ പുതിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, എങ്ങോട്ടും പോകാൻ പറ്റില്ല. അതാണ് വീഡിയോ ഒക്കെ ഒന്ന് ഷോർട്ടായത്. ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും തിരിച്ച് നാട്ടിൽ പോകും. അത് കഴിഞ്ഞിട്ടെല്ലാം ആക്റ്റീവായിട്ടുണ്ടാവും. സോ കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് പതിയെ വീഡിയോസൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം. അതാണ് കുറച്ച് ഗ്യാപ്പ് വരാൻ കാരണമായത്. ഓവർടേക്ക് ചെയ്യാൻ നല്ല രസമുണ്ട് കേട്ടോ. കാരണം വേറെ ഓപ്പോസിറ്റ് വണ്ടിയൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട് ഈ വഴിയിൽ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോൾ. സോ നല്ല രസമുണ്ട് കാര്യം പറഞ്ഞാൽ രാവിലെ ആയതുകൊണ്ട് വണ്ടി ഓടിക്കാൻ.
സോ ഫൈനലി ഫ്രം നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് 70 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് കവർ ചെയ്ത് നമ്മൾ നന്ദി ഹിൽസ് എത്തി. പക്ഷേ ഇവിടെ വന്നപ്പോൾ ക്രേസി ആയിട്ട് എനിക്ക് തോന്നിയ കാര്യമുണ്ടല്ലോ, ഇവിടെ കൊറോണ വന്നിട്ടില്ലല്ലോ, ഒരാൾക്കും മാസ്ക് ഇല്ല. ഇപ്പോൾ നിൽക്കുന്ന കയറി കഴിയുമ്പോൾ കാണാം. ഇപ്പോൾ രാവിലെ സമയം ഒരു 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെ എത്ര റഷ് ഉണ്ട്, ഇവിടെ എത്ര ആൾക്കാരുണ്ടെന്ന് ഇപ്പോൾ കാണാം. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ, ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു ഇവിടെ. കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തമാശ ഇരുന്നു. ആർക്കും മാസ്ക് ഇല്ല, മോസ്റ്റ്ലി ആർക്കും മാസ്ക് ഇല്ല. ഏറ്റവും കൂടുതൽ മലയാളീസാണ്. ഇങ്ങോട്ട് തിരിഞ്ഞാൽ കേരള വണ്ടി ഫുൾ മലയാളീസാണ് ഇവിടെ ഉള്ളത്. എൻ്റെ മോനെ, വണ്ടി വെക്കണമെങ്കിൽ ഇവിടെ ഒരു സ്ഥലം കണ്ടോ, എത്ര വണ്ടികൾ വന്നിട്ടുള്ളത്. ഇതാണ് സൺഡേ നന്ദി ഒന്നാമത്തെ അവസ്ഥ. സോ അപ്പോൾ നിങ്ങൾ നന്ദിയൊക്കെ വരാൻ പ്ലാൻ ആക്കണമെങ്കിൽ മാക്സിമം വീക്ക് ഓഫിൽ വരിക, വീക്കെൻഡിൽ വരാൻ നോക്കാണ്ടിരിക്കുക. സാറ്റർഡേ സൺഡേ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്രൗഡായിരിക്കും ഇവിടെ. ഒരു മൺഡേ ട്യൂസ്ഡേ ആ ടൈമിലൊക്കെ വരുവാണെങ്കിൽ ആരും ഉണ്ടാവില്ല. നമുക്ക് പീസായിട്ട് വന്ന് സ്ഥലങ്ങളൊക്കെ കണ്ട് പതിയെ തിരിച്ചു പോകാം. സൺഡേ വന്നത് അബദ്ധമായി പോയോ? പിന്നീടുള്ള കാഴ്ച നമുക്ക് എന്തായാലും ഇവിടെ ഒരു ബിസിനസ്സിന് സ്കോപ്പുണ്ട്. അതായത് ഈ വരുന്ന വഴിക്കൊന്നൊരു വർക്ക്ഷോപ്പില്ല. അപ്പോൾ നമ്മളൊരു വണ്ടിയിൽ ഒരു ചെറിയ മിനി വർക്ക്ഷോപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് രാവിലെ നന്ദി വരികയാണെങ്കിൽ നമുക്ക് കുറേ കസ്റ്റമേഴ്സിനെ കിട്ടും. വരുന്ന വഴിക്ക് ഫുൾ ട്രാഫിക്കായിരുന്നു. അത് റെക്കോർഡിങ് ഓണാണെന്ന് ഞാൻ കരുതി, പക്ഷേ ക്യാമറ ഓഫായിരുന്നു. സോ അത് കിട്ടിയില്ല. അത് കിട്ടിയിട്ടാണ് എനിക്ക് കുറച്ച് കണ്ടൻറ്റ് കിട്ടിയത്. എനിക്ക് കാര്യം മനസ്സിലായില്ല. കാരണം കുറേ വണ്ടി ഉണ്ട് റോഡിൽ ബ്രേക്ക് ഡൗൺ ആയിക്കണം. അല്ലെങ്കിൽ വരുന്ന വഴി ക്ലച്ചൊക്കെ താങ്ങി വണ്ടിയൊക്കെ പൊക്കഞ്ഞുകൊണ്ടിരിക്കുക. കത്താന്ന് പറഞ്ഞാൽ പുകയൊക്കെ വരുന്നുണ്ടായി. അങ്ങനെ കുറേ വണ്ടികളുണ്ട്. കുറേ വണ്ടികൾ റോഡിൽ സൈഡാക്കിയിട്ടുണ്ടായി ഓൾറെഡി. സോ ഇനി പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. പ്രോപ്പർ പാർക്കിംഗ് എല്ലാം ഫില്ലായി. ഇനിയിപ്പം കിട്ടുന്ന സ്ഥലത്ത് വണ്ടി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. മകനായിട്ട് പറഞ്ഞല്ലോ, പക്ഷേ ഇങ്ങനെ കഴിഞ്ഞിട്ട് പാർക്ക് ചെയ്യുക. ഇല്ലാത്ത സ്ഥലത്ത് നമുക്കുള്ള വണ്ടിയൊക്കെ പിന്നെ മാക്സിമം വണ്ടിയിൽ ഹെൽമെറ്റ് അതുപോലുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ട് പോകാണ്ടിരിക്കുന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നും നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. പോയിട്ട് വരുമ്പോൾ തിരിച്ച് സാധനം അവിടെ ഉണ്ടാവും. സോ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കരുതുക, എന്നിട്ട് പോവുക. എടാ ഇവിടെ നോക്കട്ടെ.
നീ പോയിക്കോ, നീ പോ, റെക്കോർഡിങ്ങാ, പോ. പോട്ടെടാ, കുഴപ്പമില്ല. അപ്പോൾ ഗായ്സ് നമ്മളെന്തായാലും തിരിച്ചു പോവുകയാണ്. കാരണം വന്നിട്ട് ഭയങ്കര റഷായിരുന്നു ഒന്നാമത്തെ കാര്യം. പിന്നെ മേലെ എത്തിയിട്ടാണെങ്കിലും ഇന്ന് ക്ലൗഡ് ബെഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. സോ നമ്മുടെ മിഷൻ പാളിപ്പോയി. മാത്രമല്ല ഭയങ്കര തിരക്കായതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാനായിട്ടില്ല. കാരണം ആർക്കും തന്നെ മാസ്ക് ഇല്ല, ഫ്രീ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു. എന്താ പറയുക, ഇന്ന് വന്നിട്ടൊരു വൈബ് ഉണ്ടായില്ല. സോ എന്തായാലും പോയേക്കാം, പോയിട്ട് വേറൊരു ദിവസം നോക്കി വീക്ക് ഓഫ് കിട്ടിയിട്ട് വരാമെന്ന് എഴുതിയിട്ട് നമ്മൾ ഇറങ്ങി. പിന്നെ നന്ദി വരുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിൽ എത്തുന്ന ക്യാഷ് കരുതുക. നമുക്ക് പറ്റിയൊരവസ്ഥയാണ്, നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ സാധാരണ ബാംഗ്ലൂർ നമ്മൾ യൂസ് ആക്കുന്ന പേടിഎം, ഗൂഗിൾ പേ ഒക്കെ യൂസ് ആക്കാൻ ഇവിടെ വന്നു. പക്ഷേ ഇവിടെ നന്ദി ഹിൽ ടോപ്പ് എത്തിക്കഴിഞ്ഞാൽ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഫുഡ് കഴിക്കണതിലെല്ലാം ഉണ്ട്. പക്ഷേ അവിടെ എല്ലാം ക്യാഷ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. വേറെ ഗൂഗിൾ പേ, ഫോൺ പേ, കാർഡ് ഒന്നും അവിടെ അക്സെപ്റ്റഡ് അല്ല. സോ ക്യാഷായിട്ട് കയ്യിൽ കരുതിയില്ലെങ്കിൽ പച്ച വെള്ളം കുടിക്കാൻ പറ്റത്തില്ല മക്കളെ, നമുക്ക് പണി കിട്ടി. സോ ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിപ്പോൾ ഹില്ലിറങ്ങി താഴെ ചെന്ന് എവിടെയെങ്കിലും ചെന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച്. ഇത് വരുന്നവരെ ആ ടൈമിങ്സൊക്കെ കറക്റ്റ് നോക്കി വരിക. എങ്ങനെയുണ്ടെങ്കിലൊക്കെ കറക്റ്റ് നന്ദിയുടെ വൈബ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് ജസ്റ്റ് വന്ന് പക്ഷേ ഉണ്ടല്ലോ, എന്തായാലും റൈഡ് അടിപൊളിയാണ്. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ റൈഡിൻ്റെ വൈബ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. വഴിയിലൂടെ വണ്ടി പഠിക്കാൻ തന്നെ ഒരു സുഖമുണ്ട്. സോ എൻജോയ് ദ റൈഡ്. നമുക്കതാണല്ലോ എല്ലാം. ഇതാണ് നന്ദി വിശേഷങ്ങൾ. മേലെ ചെന്നിട്ട് ഒത്തിരി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല, കാരണം ഭയങ്കര റഷായിരുന്നു, ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തതിനകത്തും എല്ലാം ഭയങ്കര സൗണ്ടായതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ടില്ല. സോ നമ്മൾ ആ വീഡിയോ എല്ലാം വേണ്ടെന്ന് വെക്കും. റൈഡിൻ്റെ വീഡിയോസ് മാത്രമായിരിക്കും നമ്മുടെ വീഡിയോ വരുമ്പോൾ അതിലുണ്ടാവുക. തിരിച്ച് ഹെഡിങ് ടു ബാംഗ്ലൂർ. വീട്ടിൽ പോവുക, ഫുഡ് അടിക്കുക, ആദ്യം ഫുഡ് അടിക്കുക, എന്നിട്ട് വീട്ടിൽ പോവുക, സമാധാനമായിട്ട് കിടന്നുകൊണ്ട്. നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. നമ്മുടെ ഹിമാലയൻ്റെ മീറ്റർ വർക്കാവുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് എടുത്തപ്പോഴാണ് ശ്രദ്ധിച്ചത്. എടുത്തപ്പോൾ തൊട്ടിട്ട് മീറ്റർ അനങ്ങണില്ല, മീറ്റർ ഡെഡായിട്ട് കിടക്കും, ഒരു സാധനം അനങ്ങണില്ല, സ്പീഡോമീറ്റർ അനങ്ങുന്നില്ല, പിന്നെ റീഡിങ് ആവുന്നില്ല, കിലോമീറ്റർ എത്ര ആവുന്നുണ്ടെന്ന് റീഡിങ് ആവുന്നില്ല, ഫ്യൂവലും കറക്റ്റല്ല കാണിക്കണേ. സോ അതൊന്ന് നോക്കണം, ഫ്യൂവൽ അടിക്കണം, കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ പോവുകയാണ്.